ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്വപ്നാസ് ലൈഫ് സ്റ്റൈൽ. ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. 2 നിമിഷം കൊണ്ട് ഒരു ദോശയ്ക്കോ ഇഡ്ഡലിക്കോ അല്ലെങ്കിൽ ചോറിന് പോലും കഴിക്കാൻ പറ്റുന്നുള്ള തരത്തിലുള്ളൊരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. ഇത് ഉണ്ടാക്കാനായിട്ട് അത്ര എളുപ്പമെന്ന് വെച്ചാൽ അത്ര എളുപ്പമാണ്. നമുക്ക് ഉള്ളി വഴറ്റി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ആക്ച്വലായിട്ട് അമ്മിക്കല്ലിൽ വെച്ച് അരയ്ക്കേണ്ടതാണ്. അതിൽ വെച്ച് അരച്ച നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് അമ്മിക്കല്ലൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ മിക്സിയിലാണ് ഇട്ട് കാണിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ ടേസ്റ്റ് വെച്ചാൽ അടിപൊളിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ചമ്മന്തിയുടെ റെസിപ്പി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. ഈ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആദ്യം തന്നെ പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനൊരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായതുകൊണ്ടാണ് 4 എടുത്തിരിക്കുന്നത്. വലുതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 എടുത്താൽ മതി. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കുന്നത് കുറച്ച് പുളിയാണ്. ഈ പുളിയും പച്ചമുളകും ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാം. നമുക്കൊന്ന് പൾസ് മോഡലിൽ ഇട്ടിട്ട് 2 പ്രാവശ്യം തിരിച്ചാൽ മതി. അപ്പോഴേക്ക് ഇത് നല്ലോണം ചതച്ച് കിട്ടും. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 2 കൈപ്പിടി ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ കൂടെ ഒരു 4-5 വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് പൾസ് മോഡലിൽ 2-3 പ്രാവശ്യം കറക്കിയെടുത്താൽ മതി. ഒരിക്കലും ഇത് അരച്ചെടുക്കരുതേ, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. അതിനാണ് ഞാൻ പറഞ്ഞത് അമ്മിക്കല്ലിൽ ഉണ്ടെങ്കിൽ ഇതൊന്ന് നമുക്ക് ചതച്ചെടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നമുക്ക് അത് ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ മിക്സി ജാറിലിട്ടിട്ട് പൾസ് മോഡലിലിട്ടിട്ട് എടുത്താൽ മതി. അങ്ങനെ എടുക്കുമ്പോൾ ഈ പരുവത്തിൽ നമുക്ക് കിട്ടും. ഇനി വേറെ പണിയൊന്നുമില്ല. ഇതിനിപ്പോൾ ഒരു പച്ച മണം ഉണ്ടാവുമല്ലോ ഉള്ളിയുടെ, അത് മാറാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് നമ്മൾ നല്ലെണ്ണ ചൂടാക്കി അങ്ങനെ ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് 2 നിമിഷം നേരം ഒന്ന് മൂടി വയ്ക്കുക. അപ്പോൾ ആ എണ്ണയുടെ ചൂട്ടിലിരുന്നിട്ട് തന്നെ ഈ ഉള്ളിയുടെ പച്ചമണം മാറിക്കിട്ടും. അത്രേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. ഇത് വേറെ താളിക്കില്ല, വേറെ ഒന്നും ഒരു പരിപാടിയും ഇല്ല. അത്രയും സിമ്പിളാണ്. വെറുതെ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്ത് എണ്ണ ഒഴിക്കുന്നു, അത്രേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. അങ്ങനെ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടിയും ചോറിൻ്റെ കൂടിയും ഒക്കെ കഴിക്കാൻ പറ്റും നമുക്കിത്. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.